ഹായ് ഗൈസ്, എല്ലാവർക്കും കുഞ്ഞനും കുഞ്ഞിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അഴീക്കോട് ചാലിലെ പാമ്പട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു ചെറിയൊരു വാട്ടർഫോൾസ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടുനോക്കാം. കൂടാതെ അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടു കാണില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ ഗുഹയിലെ വിശേഷം കൂടി കണ്ടു നോക്കാം. അപ്പം പോവാം. ഗൈസ്, അപ്പം ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അപ്പം നമുക്കൊന്ന് അത് നോക്കാം, അവിടം വരെ പോയി നോക്കാം എന്താ അവസ്ഥ. ഗൈസ്, ഇന്നത്തെ നമ്മളെ യാത്രയിൽ ഞാൻ ഒറ്റക്കല്ല, കൂടെ ആരോമലുണ്ട്. നമ്മളെ ഫ്രണ്ടാണ് ആരോമൽ. ഒരു ഹായ് പറഞ്ഞോ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗുഹ. ഇതിൻ്റെ താഴെ കൂടിയാണ് ആ വെള്ളച്ചാട്ടം പോകുന്നത്. ഇവിടെ പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ഇവിടെ വിളക്കത്തിക്കാറുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഇത് കാണുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ആരും വിളക്കൊന്നും കത്തിക്കാറില്ല. നമുക്കൊന്ന് കാണാം. നേരത്തെ ഒരു വകയായിട്ടുണ്ട്. ഇവിടുന്ന് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് ഉള്ളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഓരോ ഭാഗത്തും, ഇടതുവശത്തും വലതുവശത്തും ഓരോ ഭാഗത്തും ഒരുപാട് അറകളുണ്ട്. ഇതിൽ ഒരുപാട് ദൂരത്തിൽ പോകാൻ വേണ്ടി പറ്റിയ സംശയമാണ്. കാരണം വെച്ചാൽ നമുക്കിനി അങ്ങോട്ടേക്കുള്ള യാത്രകളിൽ ഓക്സിജൻ കിട്ടുമെന്ന് തന്നെ സംശയമാണ്.
നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊരു അറിയില്ല കൃത്യമായിട്ട്. കുറേ ആൾക്കാർ പേടിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയാൽ തിരിച്ചു വരുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പേടിയൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ചെറിയ കുട്ടികൾ ഇത് ദയവായിട്ട് അനുകരിക്കരുത്. കുറച്ച് മുതിർന്നവരോടെ കൂടെ വരുന്നതാണെങ്കിൽ ബെറ്റർ. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് ദൂരത്തേക്ക് ഇതിങ്ങനെ ഈ ഒരു അറയുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ വെള്ളമുള്ള സ്ഥിതിക്ക് നമുക്കങ്ങനെ കൂടുതൽ പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ കൂടാതെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററിൽ ജാസ്തി ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. 10-15 മീറ്ററിൽ കൂടുതൽ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കടവാത്തിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട്, ഒരു രക്ഷയില്ല. ഈ കാണുന്ന വെള്ളമാണ് നമ്മളെ താഴേക്ക് പോകുന്ന ചെറിയൊരു വാട്ടർഫോൾസ് പോലെ കാണുന്നത്. നമ്മളിപ്പം ഒരുപാട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, കാരണം കുറച്ച് ദൂരം നമ്മളിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെമ്മീനെ കണ്ടിട്ടുണ്ട്, ചെറിയൊരു ചെമ്മീൻ. നല്ലൊരു അതിശയമായ കാഴ്ച തന്നെയാണ്. ഇന്നത്തെ ഒരു ഗുഹേൻ്റെ ഉള്ളിലൊരു ചെമ്മീൻ, ഒറ്റൊരു ചെമ്മീനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് എന്തെങ്കിലും ജീവികളെല്ലാം കാണാൻ സാധ്യതയുണ്ട്. ഈ ഏരിയകളിൽ പെരുമ്പാമ്പ് ഒരുപാടുള്ള ഏരിയയാണ്. ഈ കാണുന്ന പാറക്കെട്ടുകളിൽ കംപ്ലീറ്റ് ഇങ്ങനെ തുള്ളിയായി വെള്ളം വിറ്റുന്നുണ്ട്. ആകെ വേർത്ത് കുളിച്ചു ഗൈസ്. നല്ല ശുദ്ധമായ തെളിനീരാണ്. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും പാറ പൊടിഞ്ഞ പൂഴിയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി അടിയിൽ കുഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത്രയും നേരമായിട്ട് പാറ പൊടിഞ്ഞ പൂഴി തന്നെയാണ്, തടിപ്പുള്ള പൂഴി തന്നെയാണ് കിട്ടുന്നത്. ഗൈസ്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പണ്ട് കാലത്തുള്ള ആൾക്കാർ ഒളിവിൽ താമസിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ രാജഭരണമുള്ള കാലത്തെ പിന്നെ ഒളിവിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ഗുഹയായിരുന്നു ഇത്. പിന്നെ ഈ വെള്ളം ഒരിക്കലും വറ്റില്ല, ഇവിടുത്തെ ഈ വെള്ളം ഒരിക്കലും വറ്റില്ല. അതാണ് ഇവിടെ പ്രത്യേകത. വെള്ളം താഴെ പോകുന്ന വാട്ടർഫോൾസ് വറ്റിക്കഴിഞ്ഞാലും ഈ വെള്ളം ഇങ്ങനെ തന്നെ ഉണ്ടാകും. നമ്മളെല്ലാം പറഞ്ഞു കേട്ടെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ അങ്ങ് ഒരു 1 കിലോമീറ്റർ അപ്പുറം ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നീരുറവിയാണ് വെള്ളമാണെന്ന് നമ്മൾ കേട്ടത്. ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്